ഈ മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ. നമുക്ക് ഈ മാമൻ ഇതെല്ലാം കഴിപ്പിക്കാം. എന്തുവാണോ എടുത്ത് കഴിക്കാം. അങ്ങനെയല്ല, ഇത് വേറെയാണ്. അങ്ങനെ ഒന്നല്ല, ഇതൊന്ന് കഴിച്ച ഒരെണ്ണത്തിന് 100 രൂപ തരും. അതാണ്, ഒരു ലഡു വെച്ചാൽ 100 രൂപ തരും. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ജംഗ്ഷൻ, ഇപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരുപാട് അച്ഛനമ്മമാർ, അതുപോലെ തന്നെ സുഖമില്ലാത്ത മാനസിക നില തെറ്റിയ സഹോദരങ്ങളൊക്കെ റോഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവരെയൊക്കെ നമ്മൾ വിചാരിക്കും ഇവരെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടതാണ് എന്നൊക്കെ. നമുക്കത് സത്യാവസ്ഥയൊന്നും അറിയില്ല. ഇവരെന്ത് ചെയ്തിട്ട് വന്നതാണ്, ഇവരെന്തുകൊണ്ടാണ് വീട്ടുകാരെ പുറത്താക്കിയത് എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ അച്ഛനെ അമ്മമാരെ പുറത്താക്കിയ മക്കളെയൊക്കെ പഠിക്കും, ഇവരൊക്കെ എന്ത് മനുഷ്യരാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കഥകളും കാണും. ചിലർ അല്ലാതെ ഉപേക്ഷിക്കുന്നവർ കാണും, അല്ലാതെ ഇതിനൊക്കെ എന്തെങ്കിലും കഥകളും കാണും. അങ്ങനത്തെ ഒരു കഥയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കറിയായിരിക്കും ഫുഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച്. അപ്പോൾ അവരിപ്പോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫുഡ് കൊണ്ടുവന്ന് ഈ ആളുകളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഒരെണ്ണം കഴിക്കുമ്പോൾ 100 രൂപ, അങ്ങനെ പൈസയും കൂടെ കൊടുക്കും. ഫുഡും കൊടുക്കും, പൈസയും കൊടുക്കും. അങ്ങനെ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടൊരു ഫുഡ് ബ്ലോഗർ ഇതുപോലൊരു ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു സംഭവം ചെയ്യുകയാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാവേ. കണ്ടിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ. നമുക്ക് ഈ മാമൻ ഇതെല്ലാം കഴിപ്പിക്കാം. എന്തുവാണോ എടുത്ത് കഴിക്കാം. അങ്ങനെയല്ല, ഇത് വേറെയാണ്. അങ്ങനെ ഒന്നല്ല, ഇതൊന്ന് കഴിച്ച ഒരെണ്ണത്തിന് 100 രൂപ തരും. അതാണ്, ഒരു ലഡു വെച്ചാൽ 100 രൂപ തരും. ഒരു കട്ട്ലറ്റ് വെച്ചാൽ 100 രൂപ തരും. എത്ര എണ്ണം കഴിക്കാൻ പറ്റും? ആ, എടുത്തോ. രാവിലെ കഴിച്ചായിരുന്നാ? ഒന്നും കഴിച്ചില്ല. എടുക്കാം, കഴിച്ചിട്ട് എടുത്തോ, എല്ലാം എടുത്തോ. ഒരു വടയൊന്നും കഴിക്കാൻ വയ്യല്ലേ? അപ്പൊ രണ്ടാമത്തെ ജിലേബി. ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ അപ്പൂപ്പനെ കണ്ടിട്ട് എന്ത് തോന്നി? വളരെ പാവല്ലേ, നിഷ്കളങ്കൻ. എന്നുവെച്ചാൽ ഇത് ഞാൻ ഉടനെ കഴിക്കും, എനിക്ക് എല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല. വളരെ പാവപ്പെട്ടവർ, ഒന്നും കഴിക്കാത്ത വെറും പാവപ്പെട്ടവർ. പക്ഷേ അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. ആഹാരമൊന്നും കഴിക്കാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം. അതായത് ഈ കിളവൻ തന്നെ പറയാട്ടോ, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാര്യം ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ എന്ത് പറയണം എന്നറിയാൻ വയ്യ. അത്രമാത്രം വിരുദ്ധനാണ് കേട്ടോ ഇയാൾ. സ്വന്തം മകളെയും കൊച്ചുമകളെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഇയാളെക്കുറിച്ച് ആ പെൺകുട്ടി എന്താണ് പറയാനുള്ളത്, ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇയാളുടെ പരിചയം, ഈ പെൺകുട്ടിക്ക് എന്താണ് ഇയാളെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അറയ്ക്കും. അത്രമാത്രം നികൃഷ്ടമായൊരു ജന്തുവാണ് ഇയാളെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ, അതായത് ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ മുതിർന്നവരിങ്ങനെ പറയുന്നത്, ഇവളെന്ത് ഇങ്ങനെ കാണിക്കണം? ഇങ്ങനെ പറയും. എനിക്കറിയാം. എന്തായാലും ഞാനിത് പറയാൻ പോകുമ്പോൾ ആൾക്കാർ എന്നെ എന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം. ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇട്ട ഒരു ഫുഡ് ബ്ലോഗറാണ്. പുള്ളിക്കാരൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ മറ്റവൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, പന്നിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ആ വീഡിയോ ഇട്ട് അയാൾക്ക് അറിയില്ല, പിന്നെ കമന്റ് ഇട്ടവർക്കും അറിയില്ല അങ്ങേര് എങ്ങനെയാണെന്നുള്ള, ആ കിളവൻ എങ്ങനെയാണെന്നുള്ള അവർക്കറിയത്തില്ല. സോ അവരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം, വീടൊന്നുമില്ല എന്നാലും ആ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ടത്. അത് എന്തുകൊണ്ട് വന്നു? പലരും വിചാരിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ. എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്? എനിക്കറിയാം സംഭവം. പുള്ളിക്കാരൻ മോളെ റേപ്പ് ചെയ്തു. എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ഇതാണ് സംഭവം. കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ.
അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നമുക്ക് വളരെയധികം വിഷമം വരും കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഇവർ താമസിക്കുന്ന സൗകര്യങ്ങൾ അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നൊക്കെ അറിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയാതെ നമ്മൾ പല കാര്യങ്ങളിലും ഇങ്ങനെയാണ് കേട്ടോ ഡിസിഷൻസ് എടുക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. നമ്മൾ ഇവരൊക്കെ പാവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കും. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, ഈ കുട്ടിക്ക് എങ്ങനെ അറിയാം ഇയാളെ? ഈ കുട്ടിയുടെ വീടിനടുത്തുള്ളതാണ്, എന്നാൽ ഇത്ര കൃത്യമായിട്ട് ഈ കുട്ടിക്ക് ഇയാളുടെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കുട്ടി കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പറയാൻ മടിക്കുന്ന കാര്യം, അതായത് സമൂഹത്തെ പേടിച്ചുകൊണ്ട് ഇത് പുറത്തു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് പറയാതെ ഒളിച്ചു വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ധൈര്യമായിട്ട് ഈ കുട്ടി അതിനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇയാൾക്ക് അങ്ങനെ കാണിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കറക്റ്റാണത്. ഇയാൾക്ക് അങ്ങനെ കാണിക്കാമെങ്കിൽ, ചോദിക്കാമെങ്കിൽ, ഇയാളുടെ ക്യാരക്ടർ ഇന്നതാണെന്ന് പുറം ലോകത്തോട് അറിയിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണ് പ്രശ്നം? ഈ ഒരു ധൈര്യമാണ് എല്ലാവർക്കും വേണ്ടുന്നത്. തങ്ങൾക്ക് നേരിടുന്ന ദുരനുഭവങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇതൊക്കെ പുറംലോകം അറിഞ്ഞാൽ മോശമാണ് എന്ന് പറഞ്ഞ് കുഴിച്ച് മൂടുന്നതാണ് ഇതുപോലുള്ളവന്മാരെയൊക്കെ സംരക്ഷിക്കുന്നത്. പക്ഷെ ഇയാൾ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആദ്യമായിട്ട് കണ്ടവർ, അതായത് പുതുതായിട്ട് ഈ വീഡിയോ, അതായത് ഈ ഫുഡ് ബ്ലോഗറുടെ വീഡിയോ കണ്ടവരെ എല്ലാവരും എന്താ പറയുന്നത്, അയ്യോ പാവപ്പെട്ടവൻ, അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനോടൊരു ദയനീയ അവസ്ഥ കാണിക്കും. പക്ഷേ അപ്പോഴാണ് ഈ കുട്ടിയുടെ വീഡിയോ നമുക്കിവിടെ പ്രസക്തമാവുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടു, ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി, എല്ലാം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി. എന്ത് പാവമായിട്ടായിട്ട് നിൽക്കുന്നതെന്ന് നോക്ക്. അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം കുഴപ്പം തന്നെ. എൻ്റെ അച്ഛന് പണ്ടിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരന് കമ്പനിയായ ഒരാളാണ് ഈ കിളവനായിട്ട് കമ്പനിയായി എൻ്റെ അച്ഛൻ. എന്തോ ഒരു കഷ്ടകാലം. എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലകത്തല്ല, മീൻസ് അങ്ങനെ വരും, അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ട് തരുന്നത്, ആ കിളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ്, ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ എന്നുവെച്ചാൽ തന്തയുടെ പ്രായമുണ്ട് മോന്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക, അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും, ബാക്കിലോട്ട് നിൽക്കാം, എന്നെ കെട്ടിപ്പിടിക്കണം, എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിൽ എന്നെ കിസ് അടിക്കണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് നോ പറഞ്ഞു. അന്ന് അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അതിനുശേഷം എന്താ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാണങ്ങൾ വരും. ഈ സംഭവം നടന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയോട് പറയുന്നത്. ആ ഒരു നമുക്ക് മനസ്സിലാവും, ഒരാൾ ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ഇത് കൊണ്ട് ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പം മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഐ വാസ് ലൈക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരും. ഇവൻ എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൂടാ? നിങ്ങൾ തന്നെ പറ, എനിക്കിത് പറഞ്ഞുകൂടെ? ഈ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ, നിങ്ങൾ ഇയാൾ ചെയ്ത വൃത്തികെട്ട ഒരു സംഭവം ഇതുപോലെയാണ് പല വീടുകളിൽ സംഭവിക്കുന്നത്. ആ കുട്ടി അന്ന് നോ എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സ്ഥാനത്ത് കുഞ്ഞുമക്കൾ, അതായത് കുറച്ചൊന്നും അറിയാത്ത കുഞ്ഞുമക്കളായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. മനസ്സിലായോ? ആ ഒരു രീതിയിലേക്ക് ഇവന്മാരെയൊക്കെ എന്ത് പറയണം? പക്ഷേ ഇതിൽ ഈ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും എനിക്കെതിരെ നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിനാണ് കുട്ടിയോട് നെഗറ്റീവ് പറയുന്നത്? കുട്ടിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യം. പക്ഷേ ആ ടൈമിൽ തന്നെ മാതാപിതാക്കളെ അറിയിക്കണമായിരുന്നു. കാര്യം പിന്നെ പറയുന്ന പോലെ കുഞ്ഞു മക്കളാണ്, അവർക്ക് പേടിയാണ്. ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കുമോ, ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ചിന്തകളാണ്. അതിനാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂളുകൾക്ക് ഇതിനു വേണ്ടി തന്നെ പ്രത്യേകം എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, കൗൺസിലിംഗ് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും ഈ കുട്ടി ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവ് ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞ് ഇവരെ പോലുള്ളവനെയൊക്കെ രംഗത്ത് കൊണ്ടുവന്നല്ലോ. അതായത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, പാവം അച്ഛൻ, ഇയാൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ വരും.
പാവപ്പെട്ടവൻ, ജീവിക്കാൻ ആരുമില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ്, ഇപ്പോൾ കുട്ടി പറയുന്നുണ്ട് ഇയാളെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് കമൻസ് എന്ന്, അയ്യോ പാവപ്പെട്ടവൻ കണ്ടാൽ തന്നെ അറിയാം. അതിന് താഴെ പക്ഷെ വേറൊരു കുട്ടി വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയാൾ ആ കുട്ടിയോട് ഇതുപോലെ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വിദേശത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഇത് കണ്ടിട്ട്, അതായത് ഇതൊന്നും മനസ്സിലാക്കാതിരുന്നെങ്കിൽ ഇത് കണ്ടിട്ട് എടുത്ത് അയ്യോ പാവപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇവിടെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ. ഈ കുട്ടിയുടെ വീഡിയോസും ഇയാളുടെ ഈ വീഡിയോ കൂടെ കണക്ട് ചെയ്ത് റിയാക്ഷൻ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടത് കൊണ്ടാണ് ഇത് പുറംലോകം വ്യക്തമായിട്ട് അറിയുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നവരിലും അതിലങ്ങ് ഒതുങ്ങിപ്പോവും. പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്ത് എത്തപ്പെടും. ഇയാളെ കുറിച്ചുള്ള ക്യാരക്ടറും അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ബ്ലോഗറുടെ വീഡിയോസ് കണ്ട് ഇയാൾക്ക് ഒരുപാട് സഹായ വാഗ്ദാനങ്ങളൊക്കെ വന്ന് ഇയാൾ നന്മമരം കളിച്ചു പോകും. അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇയാളെ ആ കഴിപ്പും നിൽപ്പിനെ കണ്ടാൽ തന്നെ നല്ലൊരു മദ്യപാനിയാണ്, ഇവൻ്റെ ക്യാരക്ടർ ശരിയല്ലെന്ന്. ഈ അമിതമായ വിനയം കാണിക്കുന്നവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. പബ്ലിക്കിന് മുന്നിൽ ഭയങ്കര മാന്യത കാണിക്കുന്നവരെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ കപട ലോകമാണ്, നമുക്ക് ചുറ്റും കപട ലോകമാണ്. അപ്പോൾ അവിടെ നമ്മൾ കപടത നിറഞ്ഞ എല്ലാവരിലും നമ്മളൊരു എപ്പോഴും ഒരു സംശയം നമ്മൾ മുൻനിർത്തി വേണം മുന്നോട്ട് പോകാനായിട്ട്. പക്ഷെ ഈ കുട്ടിക്ക് ഞാൻ നല്ലൊരു ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത്ര നല്ലൊരു കാര്യമാണ് ഈ കുട്ടി ചെയ്തത്. അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, അതായത് സോഷ്യൽ മീഡിയ മുന്നിൽ വന്ന് എത്ര ധൈര്യമായിട്ട് ഈ കാര്യം പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് പറഞ്ഞു. ഇയാൾ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അതിനൊരു ബിഗ് ഹാൻഡ് കുട്ടിക്ക് തരാണം. സത്യം പറഞ്ഞാൽ അത്രമാത്രം നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. ഇയാളെയൊക്കെ വീണ്ടും സൂക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കുട്ടിയും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഒരുപാട് വ്യക്തികൾ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും എല്ലാം. ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ. തങ്ങൾക്കുള്ള അനുഭവങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടിയാണ് ഈ കുട്ടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കമൻസുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അത് ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും വീഡിയോ അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.